ഇറങ്ങി. ഒരൊറ്റ കാര്യം എൻ്റെ അടുത്ത് എൻ്റെ മസറുമോള് പറഞ്ഞിട്ടുള്ളൂ, ഇനി എനിക്ക് ഉമ്മച്ചി മതിയല്ല, ഇനി എനിക്ക് വയ്യമ്മ. കൂട്ടുകാരെ മുമ്പ് സ്കൂളിൽ നിങ്ങളൊക്കെ ഈ ചോദിക്കുന്ന ചോദ്യമല്ലേ ടീച്ചേഴ്സ് കാണുന്നുണ്ട്, കുട്ടികൾ കാണുന്നുണ്ട്, അവരുടെ അടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളാരും അല്ല ഈ ബാഡ് കമൻറ്റ് വന്നിട്ട് കള്ള ഐഡിയിൽ ഇതാവണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തറിയാം എന്നെക്കുറിച്ചിട്ട്? എൻ്റെ ഈ ജമാഅത്തിലുള്ളവരെല്ലാവരും ഒരു 95% എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എന്താ ഞാൻ പറഞ്ഞു, നിനക്കൊരു കല്യാണത്തിന് താല്പര്യമുണ്ട്, നിനക്ക് എത്ര മക്കൾ? എൻ്റെ ഉപ്പാൻ്റെ മുമ്പ് വെച്ചിട്ട് മെനിങ്ങാന്നൊരു കോൾ വന്നു. ഞാൻ പറഞ്ഞു ഇല്ല. അങ്ങനെ ഒരാൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടുകാരുണ്ട്, എൻ്റെ മാമയുണ്ട്, എൻ്റെ വലിയാപ്പയുണ്ട്, ബാക്കി എല്ലാ ആൾക്കാരും ഉണ്ട്. അവരൊക്കെ തീരുമാനിച്ച് ഒരു കണ്ണുപൊട്ടനാണെങ്കിലും ഒരു കൈയില്ലാത്തവനാണെങ്കിലും വന്നാൽ എല്ലാം മനസ്സിലാക്കി അവർക്ക് സത്യസന്ധമായിട്ട് തോന്നുന്ന ഒരു കല്യാണമാണ് എന്നുണ്ട് അള്ളാഹു ഏകിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അല്ലാതെ ഒരു ചെറിയ ആളിനെയോ അല്ലാതെ വേറെ ഒന്നിനെയോ ഒന്നുമില്ലാത്ത എന്തായാലും ഒരു ഇത്തിരി ദീനീബോധമുള്ള ഒരാൾ വേണം. മസ്റുമോള് വളർന്നു വരുന്നത്, അവൾക്കൊരു വാപ്പാൻ്റെ ഒരു ഞാൻ അവരാരും വന്നപ്പോൾ വലിയ ഷൈൻ ചെയ്ത് വീഡിയോ ഇടാത്തെന്നറിയാമോ? എല്ലാവരും യൂട്യൂബിൻ്റെ മുമ്പ് വീഡിയോസിൽ വരാൻ ശ്രമിക്കുന്നവരല്ല. ഞാനിപ്പോൾ ഈ വീഡിയോസിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കടമ്പയുണ്ട്. എൻ്റെ ഉമ്മ വാപ്പ കടബാധ്യത, എൻ്റെ കൂടപ്പറപ്പിനെ ഒന്ന് കൈ പിടിച്ച് ഉയർത്തണം, ബാക്കി പാവങ്ങൾക്ക് മരുന്ന് എത്തിക്കണം, എന്നെക്കൊണ്ട് ഒക്കുന്നത്. അതിനെന്താണ് വേണ്ടിയത്? റബ്ബിൻ്റെ അനുഗ്രഹവും വേണം. നിങ്ങൾ എൻ്റെ കൂടെ കൈ പിടിച്ച് സപ്പോർട്ടിന് മുന്നോട്ട് കൊണ്ടുവരണം. ചിലപ്പോൾ നിങ്ങൾ പല സ്ത്രീകളെയും കണ്ടു കാണും. ഞാനും ഒരു ചെറിയ പ്രായമുള്ള ഒരു പെണ്ണാണ്, പക്ഷേ എൻ്റെ മണ്ടയിൽ വന്നത് ഒരു ഭാരിച്ച ബാധ്യതയാണെങ്കിലും അതെനിക്ക് ഈസി ആയിട്ട് റബ്ബ് മുന്നോട്ട് ഇന്ന് വരെ ഈ ശരീരത്തിന് ഇത്രയും സ്കെൽറ്റാണെങ്കിലും എനിക്ക് ചെറിയ കഴപ്പും വേദന ഉണ്ടെങ്കിലും സഹിക്കാവുന്നതേ ഉള്ളൂ. തീ ചവിട്ടിയാൽ പോലും വേദന എടുക്കാത്ത സമയങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നു. പടച്ചോൻ്റെ ഒരു വട്ടം മാത്രം ഞാൻ പനി വന്ന് കിടപ്പായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബാഡൊക്കെ അയക്കുന്ന ഒരു ഒറിജിനൽ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്പറുണ്ടല്ലോ. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ അധപ്പതനം കാണാനാണ് ആഗ്രഹിക്കണമെങ്കിൽ റബ്ബ്. നജില നജിയെ നമുക്കറിയാലോ, മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനലിലെ വ്യക്തിയാണ് നജില നജി. അവരുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് തന്നെയാണ് നമുക്ക് കാണാറുള്ളത്. അതിൽ തന്നെ സന്തോഷമുള്ള ദുഃഖമുള്ള എല്ലാ നിമിഷങ്ങളും നജില പങ്കുവെക്കാറുണ്ടല്ലേ. ഷാജിയെ കുറിച്ച് നമുക്ക് ഏറെ കുറെ കാര്യങ്ങൾ അറിയാലേ. അപ്പം ഈ ഒരു ഷാജിദയുടെ വീഡിയോയിലൂടെ തന്നെയാണ് നജില ഇപ്പോ എല്ലാവർക്കും പരിചിതമായത്. നജിലയെ കുറിച്ച് ഷാജിദ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അല്ലേ. പക്ഷേ ടോട്ടലി ഷാജിദ പറഞ്ഞതിനേക്കാൾ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നജില നജി എന്ന് പറയുന്നത് തന്നെ. അത് ഒട്ടുമിക്ക ജനങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇപ്പോൾ ഫുൾ സപ്പോർട്ടോട് കൂടി, അതായത് ഒരു 12K സബ്സ്ക്രൈബർ ഉണ്ടായിരുന്ന നജിലയ്ക്ക് ഇപ്പോൾ 40,000-ലധികം ആ ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വന്നിട്ടുണ്ട്. കൂടാതെ പലരും അവരെ സഹായിക്കുന്നുണ്ട്. ഇപ്പം നല്ലൊരു സന്തോഷ വാർത്ത എന്ന് പറയുമ്പോൾ അവർ പുതുതായിട്ടൊരു വീടൊക്കെ വെച്ചു. അതിന്റെ ഹോം ടൂറൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഹോം ടൂർ തന്നെയായിരുന്നു അല്ലെ. അത് നല്ല ഭംഗിയുള്ള വീടൊക്കെ ആയിരുന്നു. അത് പലരുടെയും സഹായം കൊണ്ട് അവർക്കെല്ലാം നന്ദി അറിയിച്ച് തന്നെയാണ് നജില വന്നതും എടുത്തതും ഒക്കെ. ഇപ്പോഴിതാ നജിലയ്ക്ക് കുറേയേറെ കാര്യങ്ങളും അല്ലെങ്കിൽ കുറേയേറെ പ്രയാസങ്ങൾ സംഭവിച്ചു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് നജില പറയുന്നത്. എന്തായാലും നമുക്ക് നജിലയുടെ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. പറയുന്നുണ്ട് പല കാര്യങ്ങളും, അത് എന്നെ അറിഞ്ഞൂടാത്ത ആൾക്കാരാണ് പറയുന്നത്. എന്നെ അറിയാവുന്ന ആൾക്കാരിൽ കുറച്ച് പേര് പറയുന്നുണ്ട് നല്ല കാര്യങ്ങൾ. പിന്നെ ഒരു വർഷമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഈ ഒരു വർഷം കൊണ്ടില്ലാത്ത ബാഡ് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. പല ഉമ്മവാപ്പ മക്കളാണ്. ഞാൻ കഷ്ടപ്പാടിൽ നിന്നൊരല്പ വെളിച്ചം, ഇനിയും പണിയൊന്നും കഴിച്ചിട്ടില്ല, അടുത്ത മാസമെങ്കിലും വാടക കൊടുക്കണ്ടല്ല പടച്ചോനെന്ന് പറഞ്ഞ് എൻ്റെ ഉമ്മച്ചിമാൻ്റെ ആഗ്രഹപ്രകാരം മാമച്ചി എല്ലാവരും ഇറങ്ങി വീടായി. കുറച്ച് തടസ്സങ്ങൾ എല്ലാത്തിലും ഏർപ്പെട്ടെങ്കിൽ അൽഹംദുലില്ലാ ഒടുവിൽ എനിക്ക് റബ്ബ് ഒരു കയറി കിടക്കാൻ വീട് തന്നു. 3 മക്കൾ. നിങ്ങൾ ഓർക്കണം, ഒരാളെ മനസ്സ് കുത്തി നോവിക്കുന്നത് എത്രത്തോളം പൈശാചികമായ രൂപമാണെന്ന് നിങ്ങൾ ഓർക്കണം. ആളെന്തോ ജീവിക്കട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു തെറ്റ് ചെയ്യാത്ത മനുഷ്യൻ ഈ ലോകത്തില്ല. എന്തെങ്കിലുമൊക്കെ തെറ്റ് റബ്ബ് എൻ്റെ സൃഷ്ടികളായ നമ്മൾ തെറ്റ് ചെയ്തിരിക്കും. അത് പശ്ചാത്തപിച്ച് 2 റക്അത്ത് നിസ്കരിച്ചാലും അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ നമ്മൾ അതൊന്നും ഒരു രക്ഷയില്ല, പറഞ്ഞിട്ടേ ഇരിക്കും. പിന്നെ എനിക്കറിയാം എൻ്റെ ലൈഫ്, എൻ്റെ ഉമ്മാക്കറിയാം. പിന്നെ ഞാൻ RCCയിലെ കാര്യം പറഞ്ഞു. അത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, RCC പോയാൽ ഇതൊക്കെ ഒന്ന്. അതുകൊണ്ടാണ് റിപ്ലൈ കൊടുത്തത്. RCCയിലൊക്കെ ഒരുപാട് വർഷക്കാലം പോയി. പാപ്പായിലെ ആൾക്കാർ മൊത്തവും ഉമ്മായിലുള്ള ആൾക്കാർ മൊത്തവും സപ്പോർട്ടിൽ നിന്ന് ബ്ലഡുകൾ എല്ലാം അത്രയ്ക്ക് ക്രിട്ടിക്കലായ ഒരു സർജറി ആയിരുന്നു. പഠിച്ചവിടം വരെ എത്തിച്ചില്ലേ. അതിലൊക്കെ ഞാൻ അൽഹംദുലില്ലാ പറയണു. എന്തൊരു കാര്യം എനിക്കൊരു നന്മ റബ്ബ് തന്നാലും അൽഹംദുലില്ലാ. ഒരു വർഷം ഞാൻ കരഞ്ഞിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. നമ്മളെല്ലാവരും യൂട്യൂബ് തുടങ്ങണത് എന്തിനാണ്? ഒരു ഏണിങ്സ്. പലരും പല രീതിയിലാണ്. ചിലൊരു റിയാക്ഷൻ, ചെറിയൊരു ഫാമിലി, ചിലൊരു കിച്ചൺ. ഞാൻ കൂടുതലും ചാരിറ്റി കാര്യങ്ങളിലോട്ട് അതായത് ചെറിയ രീതിയിൽ ഒരു വരുമാനം കിട്ടിയാൽ ബാക്കി ആരെയൊന്നും ഹെൽപ്പാക്കിയിട്ടൊന്നുമല്ല, എന്നെ നിന്നൊരു വിഹിതം
ഞാൻ മറ്റുള്ളവർക്ക് എത്തിക്കണം, അതിനെനിക്ക് വരുമാനം കിട്ടണം. നമുക്ക് യൂട്യൂബിന് കുറച്ച് പോളിസികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ ഇരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ, സന്തോഷം. കാരണം കുഞ്ഞൊരു നെഞ്ചിനകത്തൊരു വെപ്രാളമില്ല. എന്താണ്, വാടക കൊടുക്കണ്ടല്ല, അതിലൊരു ഇത്. പിന്നെ ഈ വീടിന് ഒരു കട്ടയ്ക്കും ഓരോരുത്തരെയും സംഭാവനയാണ്. അപ്പോൾ ഞാൻ അതിനെ റബ്ബിനെ സ്തുതിക്കുന്നുണ്ട്. കാരണം എനിക്കൊരു കയറി കിടക്കാൻ വീടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പിന്നെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചതിനെക്കാട്ടി ഇരട്ടി സന്തോഷത്തിൽ ഞാൻ ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. കാരണം അന്ന് ഞാൻ ഉയരെരിഞ്ഞാണ് ജീവിച്ചത്. ഇന്ന് ഞാൻ ഉള്ള കഞ്ഞിയാണെങ്കിലും അൽഹംദുലില്ലാ പറഞ്ഞു കുടിക്കുന്നുണ്ട്. പിന്നെ 250 രൂപയുടെ ജോലി മക്കൾ വലുതാവുന്നതിനനുസരിച്ച് 550 400 വരെ പാലാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് നിങ്ങൾ ആലോചിക്കണം. 12 മണി കഴിഞ്ഞാലൊന്നും പാലെടുത്താൽ നീങ്ങൂല, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റൂല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, രാവിലെ 9 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ആളാണ്. ഞാൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ 1:30-2 മണി. ചിലപ്പം നമ്മളെ ഓണർ അവിടെ ഇല്ല, അപ്പോൾ അവിടുത്തെ ടാങ്കിൽ വെള്ളമില്ല. ചിലപ്പോൾ ഞാൻ ബ്ലീച്ചിങ് പൗഡറിൽ വെള്ളം കുടിക്കും. എന്നാലും എൻ്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങൂല, എന്തോ ഒരു സ്മെല്ല്. എന്നാലും അപ്പോഴും ആ വിശപ്പിൽ ആ വെള്ളം ചെല്ലുമ്പോൾ എൻ്റെ വയറിനൊരു ആശ്വാസം. വലിയൊരു സർജറി കഴിഞ്ഞാണ്, അതിൻ്റെ വയറിൻ്റെ കൊളുത്തിപ്പിടി ഇപ്പോഴും മാറിയിട്ടില്ല, ഇത്രയും വർഷമായിട്ട്. അപ്പം നിനക്കൊരു കല്യാണം കഴിച്ചുകൂടെ? ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, അള്ളാഹു ഞാൻ വിധിച്ചത് കണക്കല്ല ഇതുപോലെ വന്നത്. ഇതുവരെ അള്ളാഹു വിധിച്ചിട്ടാണ് എനിക്ക് ഇവിടെ വരെ വന്നത്. അപ്പോൾ ഇനിയൊരു കല്യാണമാണെങ്കിലും ഇനി ഇങ്ങനെയാണെങ്കിലും റബ്ബൊന്ന് വിധിക്കട്ടെ. അതിനിപ്പുറം വെച്ചിട്ട് ഒരുപാട് പേര് യൂട്യൂബിൽ വന്ന് വിളിച്ചിട്ടുണ്ട്. ഒരൊറ്റ വാക്കിലെ ആൻസർ പറയാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. നിനക്കൊരു കല്യാണത്തിന് താല്പര്യമുണ്ട്, നിനക്ക് എത്ര മക്കൾ? എൻ്റെ ഉപ്പാൻ്റെ മുമ്പ് വെച്ചിട്ട് മെനിങ്ങാന്നൊരു കോള് വന്നു. ഞാൻ പറഞ്ഞു ഇല്ല. അങ്ങനെ ഒരാൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടുകാരുണ്ട്, എൻ്റെ മാമയുണ്ട്, എൻ്റെ വലിയാപ്പയുണ്ട്, ബാക്കി എല്ലാ ആൾക്കാരും ഉണ്ട്. അവരൊക്കെ തീരുമാനിച്ച് ഒരു കണ്ണുപൊട്ടനാണെങ്കിലും ഒരു കൈയില്ലാത്തവനാണെങ്കിലും വന്നാൽ എല്ലാം മനസ്സിലാക്കി അവർക്ക് സത്യസന്ധമായിട്ട് തോന്നുന്ന ഒരു കല്യാണമാണ് എന്നുണ്ട് അള്ളാഹു ഏകിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം. അല്ലാതെ ഒരു ചെറിയ ആളിനെയോ അല്ലാതെ വേറെ ഒന്നിനെയോ ഒന്നുമില്ലാത്ത എന്തായാലും ഒരു ഇത്തിരി ദീനീബോധമുള്ള ഒരാൾ വേണം. മസ്റുമോൾ വളർന്നു വരുന്നത്, അവൾക്കൊരു വാപ്പാൻ്റെ ഒരു കെയറിങ്. ഒരൊറ്റ കാര്യം എൻ്റെ അടുത്ത് എൻ്റെ മസ്റുമോൾ പറഞ്ഞിട്ടുള്ളൂ, ഇനി എനിക്ക് ഉമ്മച്ചി മതിയല്ല, ഇനി എനിക്ക് വയ്യമ്മ. കൂട്ടുകാരെ മുമ്പ് സ്കൂളിൽ നിങ്ങളൊക്കെ ഈ ചോദിക്കുന്ന ചോദ്യമല്ലേ ടീച്ചേഴ്സ് കാണുന്നുണ്ട്, കുട്ടികൾ കാണുന്നുണ്ട്. അവരുടെ അടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളാരും അല്ല ഈ ബാഡ് കമൻറ്റ് വന്നിട്ട് കള്ള ഐഡിയിൽ ഇതാവണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തറിയാം എന്നെക്കുറിച്ചിട്ട്? എൻ്റെ ഈ ജമാഅത്തിലുള്ളവരെല്ലാവരും ഒരു 95% എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എന്താണെന്നറിയുമോ? ആ കുട്ടിയുടെ കഷ്ടപ്പാടിൽ കുറച്ചൊരു വെളിച്ചം ഉണ്ടാവട്ടെ. ഞാൻ അവരാരും വന്നപ്പോൾ വലിയ ഷൈൻ ചെയ്ത് വീഡിയോ ഇടാത്തെന്തെന്നറിയാമോ? എല്ലാവരും യൂട്യൂബിൻ്റെ മുമ്പ് വീഡിയോസിൽ വരാൻ ശ്രമിക്കുന്നവരല്ല. ഞാനിപ്പോൾ ഈ വീഡിയോസിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കടമ്പയുണ്ട്. എൻ്റെ ഉമ്മ വാപ്പ കടബാധ്യത, എൻ്റെ കൂടപ്പറപ്പിനെ ഒന്ന് കൈ പിടിച്ച് ഉയർത്തണം, ബാക്കി പാവങ്ങൾക്ക് മരുന്ന് എത്തിക്കണം, എന്നെക്കൊണ്ട് ഒക്കുന്നത്. അതിനെന്താണ് വേണ്ടിയത്? റബ്ബിൻ്റെ അനുഗ്രഹവും വേണം. നിങ്ങൾ എൻ്റെ കൂടെ കൈ പിടിച്ച് സപ്പോർട്ടിന് മുന്നോട്ട് കൊണ്ടുവരണം. ചിലപ്പോൾ നിങ്ങൾ പല സ്ത്രീകളെയും കണ്ടു കാണും. ഞാനും ഒരു ചെറിയ പ്രായമുള്ള ഒരു പെണ്ണാണ്. പക്ഷേ എൻ്റെ മണ്ടയിൽ വന്നത് ഒരു ഭാരിച്ച ബാധ്യതയാണെങ്കിലും അതെനിക്ക് ഈസി ആയിട്ട് റബ്ബ് മുന്നോട്ട് ഇന്ന് വരെ ഈ ശരീരത്തിന് ഇത്രയും സ്കെൽറ്റാണെങ്കിലും എനിക്ക് ചെറിയ കഴപ്പും വേദന ഉണ്ടെങ്കിലും സഹിക്കാവുന്നതേ ഉള്ളൂ. തീ ചവിട്ടിയാൽ പോലും വേദന എടുക്കാത്ത സമയങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നു. പടച്ചോൻ്റെ ഒരു വട്ടം മാത്രം ഞാൻ പനി വന്ന് കിടപ്പായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബാഡൊക്കെ അയക്കുന്ന ഒരു ഒറിജിനൽ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്പറുണ്ടല്ലോ. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ അധപ്പതനം കാണാനാണ് ആഗ്രഹിക്കണമെങ്കിൽ റബ്ബ് തീരുമാനിക്കണം ഞാൻ അധപ്പതിക്കണോ വേണ്ടേ. ഇപ്പോഴും ഞാൻ റബ്ബിനെ മുറുകെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇവിടം വരെ എത്തിച്ചിട്ട് എൻ്റെ മനസാക്ഷിക്ക് പുറത്ത് എൻ്റെ മക്കളെ ബറക്കത്തുണ്ട്. അൽഹംദുലില്ലാ, ഒരു തടസ്സങ്ങളും എനിക്ക് വന്നില്ല. എൻ്റെ പടച്ചവൻ എൻ്റെ കൂടെ നിന്ന് സുഖത്തിലും ദുഃഖത്തിലും കണ്ണുനീരിന് പടച്ചവൻ എനിക്ക് വിളി തന്നു. ഞാൻ അന്ന് വിചാരിച്ച് റബ്ബെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ നീ എന്നെ മരിപ്പിക്കാത്തത്, അല്ലെങ്കിൽ എന്നെ മരണപ്പെട്ടു മോൻ്റെ സമയത്ത് നീ എന്നെ അന്ന് മരിപ്പിക്കാത്തത്, ഇതുപോലെ ദുഃഖം എനിക്ക് അനുഭവിക്കേണ്ടല്ലോ. പക്ഷേ ഇന്ന് അല്പം വെളിച്ചമാണെങ്കിലും കുടിക്കുന്ന കഞ്ഞിക്കാണെങ്കിലും എനിക്ക് സമാധാനമുണ്ട്. എൻ്റെ ഉമ്മ വാപ്പ എനിക്ക് ചേർത്ത് നിർത്തണം. എനിക്ക് ഇനി എത്ര ആയുസുണ്ടെന്നോ നിങ്ങൾക്ക് എത്ര ആയുസുണ്ടെന്നോ പിന്നെ എൻ്റെ മക്കളെ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പൊരുത്തപ്പെടൂല. കാരണം എൻ്റെ നിയാമത്താണ് എൻ്റെ മക്കൾ, അത്രമാത്രം. എൻ്റെ മസ്റുമോൾ, എൻ്റെ മുത്തുമോൻ, എൻ്റെ മിച്ചുമോൻ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞെന്തെന്നറിയാമോ? ഈ ബാഡൊക്കെ എഴുതി പിടിക്കാത്തൊരു പാടാണ്. ജീവിതം എന്ന പരീക്ഷയിൽ ഞാൻ തോറ്റു പോയിട്ടുണ്ടെങ്കിലും ഇപ്പം എനിക്കൊരു ശരിയെന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് റബ്ബ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീട് അൽഹംദുലില്ലാ റബ്ബിനെ സ്തുതിക്കുന്നുണ്ട്. അതായത് അടുക്കള ഭാഗത്ത് നിന്നാണ് ഇതൊക്കെ എനിക്കൊന്ന് കംപ്ലീറ്റ് ആക്കണം. പണി ചെറിയൊരു അടുപ്പ് വയ്ക്കണം, പുറത്തൊരു ബാത്റൂം കെട്ടണം. മക്കൾക്ക് യൂറോപ്യൻ ബാത്റൂം പാടാണ്. പിന്നെ എനിക്ക് കള്ളത്തരം പറയാനും അഭിനയിക്കാനും ഞാൻ കഷ്ടപ്പെട്ടത് നിങ്ങളടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ഉമ്മമാരെ കണ്ണ് നിറഞ്ഞൊഴുകും എൻ്റെ ജീവിതത്തെ പറ്റി. പിന്നെ ഞാൻ പറഞ്ഞാൽ മറ്റുള്ളവരെ പരദൂഷണം ഇതിൽ കയറും. അതുകൊണ്ട് വേണ്ട. ഞാനും എൻ്റെ മക്കൾ, എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, എൻ്റെ സഹോദരങ്ങൾക്ക് വീടായിട്ടില്ല. സഹോദരന് കൂടെ കൈപിടിച്ച് ഉയർത്തണം. എനിക്ക് 4 മക്കളെ ഞാൻ ജന്മം നൽകി. ആ കാക്കാരെ മോള് മിൻഹ മോള് ഇതെൻ്റെ മോളാ. മാമിയെന്ന് വിളിച്ചാൽ അത് ഇന്നും ഞാൻ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞാൽ ആരുടെ എതിർപ്പ് പറഞ്ഞാൽ എൻ്റെ മോള് കേൾക്കും. കാരണം അത്രയ്ക്ക് പൊന്നുമോളാണ് അവൾ.
അള്ളാഹു ഒരു പെൺകുഞ്ഞിനെ നമുക്ക് മൂത്തത് തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു അനുഗ്രഹം ഉണ്ട്, നിങ്ങൾ കൂട്ടണം. ഒരുപാട് പേര് ഈ വീട്ടിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഹദിയാണ്. ഞാൻ ഒന്നും ഒരു പൈസ എടുത്ത് മേടിച്ചിട്ടില്ല. ഉടുപ്പാവട്ടെ മെത്തയാവട്ടെ എല്ലാം. അപ്പോഴെന്താണെന്നറിയാമോ, ഞാൻ അത്രയ്ക്കും ഭാഗ്യം ചെയ്തോളാണ് എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ മക്കളെ കളഞ്ഞില്ല, ഒരു സ്ഥലത്തും കൊണ്ടാക്കിയില്ല. കൂടിപ്പോൾ എൻ്റെ ഉമ്മ പാപ്പ എൻ്റെ നാത്തൂൻ എൻ്റെ കാക്ക, അല്ലാതെ ഒരിടത്തും കൊണ്ടാക്കിയിട്ടില്ല. എൻ്റെ കൂട്ടുകാരികൾ ഇപ്പോഴും ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഞാൻ അവിടെ ആ ബന്ധം തീർന്ന് ഇങ്ങനെ ആയിട്ട് 3.5 വർഷമായിട്ടും എന്നെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. കൂടപ്പിറപ്പുകളെ പോലെ, ഉമ്മാനെ പോലെ, ഉപ്പാനെ പോലെ സപ്പോർട്ട് പൊട്ടിക്കരഞ്ഞപ്പോഴും മാമിമാർ എന്നെ ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ചേച്ചി, എൻ്റെ അമ്മമ്മ ഒക്കെ ഒരുപാട് സങ്കടങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പടച്ചവൻ്റെ അനുഗ്രഹത്താൽ എനിക്കൊരു ഞാമത്ത് റബ്ബ് തന്ന് ഈ വീട്, ഈ മോട്ടർ. അതുകൊണ്ട് ഞാൻ അത്രയ്ക്കും വൃത്തിയായിട്ട് സൂക്ഷിക്കും. പിന്നെ അഹങ്കാരം അതിന് എനിക്കൊരിക്കലും ഉണ്ടാവില്ല. കാരണം വന്ന ദുഃഖം, ഈ മനസ്സ്, ഈ തലച്ചോറ് താങ്ങി ഇവിടം വരെ എത്തി. ഇനിയൊരു ദുഃഖം താങ്ങാൻ അമ്മ നീ എനിക്ക് ഇട വരുത്തല്ലേ എന്നാണ് എൻ്റെ പൊന്നു മക്കൾ 3 പേരും. തറയിൽ കിടന്നുറങ്ങുമ്പം ബഹളം വരുന്നു. ഉമ്മ ഒരാൾ ഒരു കട്ടിൽ, ഒരാൾ തറയിൽ. ഉമ്മ അമ്മ എന്നാണ് നമ്മൾ 3 പേരുടെ കട്ടിൽ കിടക്കണതാ, 3 പേര് കട്ടിൽ കിടന്നുറങ്ങണം. അതാണ് നമ്മൾ എൻ്റെ മക്കൾക്ക് ഇനി തറയിൽ കിടക്കണ്ട. നമ്മൾ മരിച്ച് കവറി അവർ കൊണ്ടുവയ്ക്കുമ്പോൾ തറയിലാണെങ്കിലും എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇരുന്ന് പഠിക്കാനും ഇരുന്ന് വരയ്ക്കാനും ഇരുന്ന് എഴുതാനും എല്ലാത്തിനും എൻ്റെ ബന്ധുക്കളെല്ലാം തന്നു. അതിൽ ഞാൻ അൽഹംദുലില്ലാ. പിന്നെ ചവറേന്ന് നിങ്ങൾ ഓർത്തോണം, ചവറേന്ന് എനിക്ക് ഗ്യാസ് അടുപ്പ് കിട്ടി. പടച്ചോനെ അവരൊരുപാട് കടബാധ്യതകളുണ്ട്, റബ്ബെ മാറ്റി കൊടുക്കണേ. ഒരുപാട് പേരെ സഹായിക്കണം. എൻ്റെ ഏണിങ്സിലൂടെ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ, ഇത്രയേ ഉള്ളൂ സഹോദരങ്ങളെ, കൂടപ്പിറപ്പേ, ഇത്താമാരെ. അസ്സലാമു അലൈക്കും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നെജില പറയും പോലെ തന്നെയാണ് ഈ ബാഡ് കമന്റ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരെല്ലാം നെജിലയെ അറിയാത്ത ആളുകൾ തന്നെയായിരിക്കാം അല്ലെ. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു ഷാജിയെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ മുൻപും വന്നിരുന്നത് അല്ലെ. അന്ന് ഷാജിദ എന്ന വ്യക്തിയെ നമ്മൾ നോക്കുമ്പോൾ 5 കുട്ടികളുടെ അമ്മ വളരെ കഷ്ടപ്പെട്ട്, അതായത് ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം ഈ 5 മക്കളെ വളർത്തുക എന്ന് പറയുന്ന വലിയ ടാസ്ക് എന്നുള്ള രീതി തന്നെയാണ് കാണുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ഷാജിദയ്ക്ക് അന്ന് ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അവരിടുന്ന വീഡിയോസ് എല്ലാം കണ്ട് തന്നെ വലിയ രീതിയിൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഷാജിദ യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. അതോടുകൂടി തന്നെ ഈ ഷാജിദയെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ അവരെ വിമർശിക്കാനൊക്കെ തുടങ്ങി. കാരണം ഷാജിദയെ എന്താണോ ഇവർ ഉദ്ദേശിച്ചത് അതല്ലായിരുന്നു, അതിനേക്കാൾ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു മാറി. അപ്പൊ അതുപോലെ തന്നെയാണ് നെജിലയും എല്ലാവരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ നെജിലയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരിക്കലും ഷാജിദയെ പോലെ ഒരു വ്യക്തി ആകില്ല എന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസം. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ നെജിലയെ സഹായിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ കണ്ണീരിൽ കൂടെ നിൽക്കുന്നതും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതും എല്ലാത്തിനും നെജിലയുടെ കുടുംബവും അവരുടെ മക്കളും മൊത്തമുള്ള ആ ഒരു സന്തോഷ നിമിഷം, അവരുടെ ജീവിതം നല്ല സക്സസ്ഫുൾ ആവട്ടെ അല്ലെങ്കിൽ എൻജോയബിൾ ആകട്ടെ എന്ന് തന്നെയാണ് കേരളമാകെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്.